എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കാത്ത, ഒരു പക്ഷേ കൂടിയാൽ 17, 18 എന്നൊക്കെ പ്രവചിച്ചിരുന്നിടത്താണ് 100-ന് മുകളിലേക്ക് എന്ന 110 എന്ന നിലയിലേക്ക് TVK പോകുന്നത്. അതും സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് എന്ന് ഇപ്പോൾ തമിഴ്നാട് പറയുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അങ്ങനെയല്ല, സിനിമയും രാഷ്ട്രീയവും ഒന്നാണ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്, അത് ആവർത്തിക്കപ്പെടുന്നു തമിഴ്നാട്ടിൽ എന്നതാണ്. നോക്കിയാൽ 40-ൽ താഴേക്ക് LDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. ഒരു തോൽവിയിലും ഇങ്ങനെ ഒരു അവസ്ഥ അവർ പ്രതീക്ഷിച്ചിരുന്നോ എന്നറിയില്ല. 38-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു LDF-ന്റെ ലീഡ് എന്നത് നമുക്ക് കാണാം. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വലിയ ലീഡ് നേടുന്നു. ഇതുവരെ ജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികൾ M. ലിജുവും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെ ജയം ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ വലിയ മത്സരം നേരിടുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യം. ഇതുവരെ 15,362 വോട്ടാണ് K. മുരളീധരൻ നേടിയിരിക്കുന്നത്. 738 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. രണ്ടാം സ്ഥാനത്ത് VK പ്രശാന്ത് 14,624 വോട്ട് VK പ്രശാന്തിന് കിട്ടുന്നു. 738 വോട്ടിന്റെ ലീഡ് മാത്രമേ K. മുരളീധരനുള്ളൂ. അവിടെ അധികം വോട്ടുകൾ എണ്ണീട്ടുമില്ല. അതൊരു K. മുരളീധരൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിന് കാതോർക്കുകയാണ് കേരളം. നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം എന്താണ് ഈ വിജയത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്, KPCC അധ്യക്ഷന് പറയാനുള്ളത്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പറയാനുള്ളത്, അതിനൊക്കെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് നയിച്ച VD സതീശന് എന്തു പറയാനുണ്ട്? മാധ്യമങ്ങൾ കാതോർക്കുന്നു, രാഷ്ട്രീയ കേരളം കാതോർക്കുന്നു. ഈ വിജയത്തിന് ശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകാൻ പോകുന്നു കോൺഗ്രസിൽ നിന്ന്. അതും അത്രമേൽ വലിയ മെജോറിറ്റി ഉറപ്പിച്ച ശേഷമാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദ്യങ്ങൾക്ക് എന്തു മറുപടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്രമേൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി എത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ തന്നെയാണ് നടുവിൽ ഉള്ളത്. തൊട്ട് അടുത്തായി നമുക്ക് KC വേണുഗോപാലിനെ കാണാൻ സാധിക്കുന്നു. പിന്നീട് VD സതീശ്. ആ ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നേതാക്കളുടെ ഇരിപ്പിടം പോലും എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. തൊട്ടടുത്ത് നമുക്ക് രമേശ് ചെന്നിത്തലയെയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ശശി തരൂരിനെ പോലെ കോൺഗ്രസിനെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന നേതാവാണ് ശശി തരൂർ. പക്ഷേ അതേ ശശി തരൂരും ഈ വാർത്താ സമ്മേളനത്തിൽ ഇടം പിടിക്കുന്നു. തിരുവനന്തപുരം അടക്കം തിരിച്ചുപിടിക്കുന്നു CP ജോണിലൂടെ എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ കേവലം ഒരേ ഒരു സീറ്റിൽ മാത്രം, കോവളത്ത് മാത്രം, വിൻസെന്റിന് മാത്രം വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ തലസ്ഥാന നഗരത്തിന്റെയും ചിത്രം മാറ്റുകയാണ്, തലസ്ഥാന ജില്ലയുടെയും ചിത്രം മാറ്റിയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ എത്തുന്നത്. അവിടെയാണ് MP കൂടിയായിട്ടുള്ള ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആദ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നു. സണ്ണി ജോസഫിന്റെ വാക്കുകളിലേക്ക്. കൂടുതലായിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ ലഭിച്ച പല സൂചനകൾ UDFന് കേരള ജനത ചരിത്ര വിജയം നൽകുന്നു. കേരള ജനതയ്ക്ക് UDFന്റെ നന്ദി. ഏറ്റവും അവസാനത്തെ റിസൾട്ട് കൂടി വന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെ സഹായിച്ച AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാജിയുണ്ട്, രമേശ്ജിയുണ്ട്, തരൂർജിയുണ്ട്, കൊടുക്കുന്നതിലുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശുണ്ട്. ഞങ്ങളെല്ലാവരും ജനങ്ങൾക്കുള്ള നന്ദി ഒറ്റ വാക്കിൽ മാത്രം സൂചിപ്പിക്കുന്നു. പിന്നീട് വിശദമായിട്ട് മാധ്യമങ്ങളെ കണ്ട് ഞങ്ങള് നന്ദി അറിയിക്കുന്നതാണ്. We are much thankful to the Kerala people for having us
give a thumping victory in the Legislative Assembly election. This is a repetition of what has happened in the local body. This is a clear verdict against the LDF for their anti-people activities and policies taken. We are very much thankful for the Kerala public and Kerala voters. Thank you very much. പ്രതികരണം നടത്തി കേരള ജനതയ്ക്ക് നന്ദി പറയുന്നു. ഇടത് സർക്കാരിനെതിരെയുള്ള വ്യക്തമായ ജനവികാരം എന്ന് മാത്രം പറഞ്ഞ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഒരു കേഡർ പാർട്ടി സംവിധാനത്തെ പോലെ CPM-ന്റെ സംവിധാനത്തെ പോലെ KPCC-യുടെ അധ്യക്ഷൻ മാത്രം ഇത്രമേൽ വലിയ ജയം, അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലേക്കാണ് ഇപ്പോൾ UDF കടക്കുന്നത്. പക്ഷേ അവിടെ KC വേണുഗോപാൽ പ്രതികരിച്ചില്ല, VD സതീശൻ പ്രതികരിച്ചിട്ടില്ല, രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിജയത്തെക്കുറിച്ച് പ്രതികരിച്ചു മടങ്ങുന്നു എന്നതാണ്. എന്തായാലും എൽദോ അങ്ങനെ വലിയ പൊട്ടിത്തെറി തുടക്കത്തിൽ കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു മൈക്കുകൾക്ക് മുന്നിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ക്യാമറകൾക്ക് മുന്നിൽ ഇടിച്ചുകുത്തി മുന്നിൽ വരുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഈ മടുക്കൂല്ലെങ്കിലും പക്വതയോടെ നേരിടാൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചർച്ചകളടക്കം കേരളത്തിൽ സജീവമാവുകയും ഈ ഒരു തെരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയോ എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കേണ്ടതായി വരുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ എങ്കിലും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഐക്യത്തോടുകൂടി തന്നെ വളരെ കൃത്യമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മുന്നേറ്റം, അനു ജേക്കബ് വിഭാഗത്തിന്റെ മുന്നേറ്റം, അതോടൊപ്പം തന്നെ ലീഗിന്റെ മുന്നേറ്റം, അങ്ങനെ ടീം UDF എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം തൂത്തുവാരുന്ന തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് UDF കടക്കുന്നു. 98 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. LDF 39ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. NDA 2 മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതേഴ്സ് എന്ന കോളത്തിലുള്ളത് അമ്പലപ്പുഴയിൽ നിന്നുള്ള G സുധാകരന്റെ മുന്നേറ്റമാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ UDF 99 എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി പറയാം. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഇപ്പോഴും LDF 179 വോട്ടുകൾക്ക് മുന്നിൽ വളരെ ഇഞ്ചോടിഞ്ച് ഭൂരിപക്ഷം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന സാഹചര്യം. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമാണ് മത്സരം നടക്കുന്നത്. കഴക്കൂട്ടത്ത് ഇപ്പോൾ LDF 179 വോട്ടുകൾക്ക് മുന്നിൽ. ആകെ വോട്ടുകൾ 42,947 ആണ്. LDF അതിൽ 32,947 വോട്ടുകൾ നേടുന്നു. ആകെ BJP-യുടെ വോട്ട് ഒരുപക്ഷെ കഴക്കൂട്ടം അപ്രതീക്ഷിതമാകുന്ന ഒരു മുന്നേറ്റം BJP നടത്താം. വി മുരളീധരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ എതിരാളി വരുമ്പോൾ ചിലരെങ്കിലും കഴക്കൂട്ടത്തായിരിക്കും BJP-ക്ക് വിജയം പ്രവചിച്ചത് എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് നില BJP-യുമായുള്ള വോട്ട് വ്യത്യാസമെങ്കിൽ അത് അങ്ങേയറ്റം നിർണായകമാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അഭിലാഷ്, ഒരൊറ്റ അപ്ഡേറ്റ്. EP ജയരാജന്റെ മകന്റെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. EP ജയരാജന്റെ മകന്റെ FB പോസ്റ്റിൽ എല്ലാം നല്ലതിന് ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.